അവധി ദിനം ആഘോഷിക്കാനെത്തിയ ഒരു കുടുംബത്തിലെ 4 പേരാണ് ഇത്തരത്തിൽ കരവനയാറ്റിൽ ആര്യനാട്ടുള്ള കരവനയാടിന്റെ ഭാഗമായിട്ടുള്ള ഈ വാരിപ്പാറയിൽ കുളിക്കാനിറങ്ങിയത്. കുളിക്കാനിറങ്ങിയ കൂട്ടത്തിൽ ഈ നദിയിലെ കയത്തിൽ മുങ്ങി 4 പേർ, ഈ രക്ഷിക്കുന്നതിനിടയിൽ 4 പേർ, ഒരു കുടുംബത്തിലെ 4 പേർ മുങ്ങി മരിക്കുന്ന വളരെ വേദനാജനകമായ ഒരു വാർത്ത ഇന്നലെ വരികയുണ്ടായി. ആ ഒരു വാർത്തയിൽ അല്ലെങ്കിൽ ആ ഒരു ഞെട്ടലിലാണ് ഈ കുടുംബവും ഈ ആര്യനാട്ടുള്ള നാട്ടുകാരും ഒക്കെ എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെയാണ് ഉള്ളത്. ഈ അനിൽകുമാറിന്റെ വീട്ടിലാണ്. ഇന്നലെ അപകടത്തിൽ പെട്ട് മരിച്ച അനിൽകുമാറിന്റെ വീട്ടിലാണ് ഇപ്പോഴുള്ളത്. അവിടെ ഈ സംസ്കാര ചടങ്ങുകൾക്കുള്ള ചടങ്ങുകൾ ഒക്കെ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി ഈ വീട്ടുവളപ്പിലായിരിക്കും ഈ സംസ്കാരം നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് 4 പേരെയും ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഈ സഹോദരിയുടെയും സഹോദരന്റെയും മക്കളാണ് ഇവർ. ഇങ്ങോട്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടുകൊടുത്തിട്ടുണ്ട്. ഈ സഹോദരനായ സുനിൽകുമാറിന്റെ കുളത്തൂരുള്ള വീട്ടിൽ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഇങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക. അതിനുശേഷമായിരിക്കും 3 മണിയോടുകൂടി ഇവിടെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക എന്നുള്ളതാണ്. ഇങ്ങോട്ടേക്ക് നിരവധി ആളുകൾ എത്തുന്നുണ്ട് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഇവർ ഈ കൃഷിയൊക്കെയുള്ള റബ്ബറൊക്കെയുള്ള ഒരു കുടുംബത്തിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അവരെ അതിനുശേഷം കൃഷിപ്പണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇന്നലെ കുളിക്കാനായിട്ട് ഈ കയത്തിലേക്ക്, അതായത് ഈ നദിയിലേക്ക് ഇറങ്ങിയത്. അവിടെ വെച്ചാണ് കയത്തിൽപ്പെട്ട് ഇത്തരത്തിലൊരു അപകടത്തിൽ പെടുന്നത്. ഈ സഹോദരന്റെയും സഹോദരിയുടെയും മകനടക്കം ഇത്തരത്തിൽ അപകടത്തിൽ പെട്ടു എന്നുള്ളതാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ മരിച്ച അനിൽകുമാർ. ഈ അനിൽകുമാറിന്റെ സഹോദരന്റെ മകനായിട്ടുള്ള അദ്വൈതാണ് ആദ്യം ഇത്തരത്തിൽ ചുഴിയിൽപ്പെട്ടത്. അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സഹോദരന്റെ മറ്റ് സഹോദരിയുടെ മക്കളും അനിൽകുമാറും കൂടി രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നു. അവിടെ ഈ ജലനിരപ്പ് ഉയർന്നതിനാൽ ചുഴിയിൽപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അത്തരത്തിലാണ് ഇത്തരത്തിൽ ഇന്നലെ മരണം സംഭവിച്ചത്. അത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ 6 പേരാണ് ഇന്നലെ കുളിക്കാനായി ഇറങ്ങിയത്. അതിൽ സഹോദരന്റെയും സഹോദരിയുടെയും മക്കളായ സ്വന്തം മകൻ ഉൾപ്പെടെ 4 പേർ മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ഉടൻ തന്നെ അവിടുത്തെ അടുത്തുള്ള ഒരു കോഴി ഫാമിലെ ജീവനക്കാരൊക്കെ ഓടിയെത്തിയെങ്കിലും ഇവരുടെ 4 പേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. 2 പേർ ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടുകയും ചെയ്തു. ഏതായാലും ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം, അതായത് ഈ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി ഇവർക്ക് പിടിച്ചു നിൽക്കാനാകാത്തൊരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ മരണപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഏതായാലും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഈ കുളത്തൂര് ഈ സഹോദരൻ സുനിൽകുമാറിന്റെ വീട്ടിൽ ഈ പൊതുദർശനത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതിനുശേഷം 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.